ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. തിരുമേച്ചൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലത്തെ ലളിത പരമേശ്വരി ദേവിയുടെ ക്ഷേത്രത്തെ പറ്റിയും ഭഗവാൻ മേഘനാഥസ്വാമിയായി കുടികൊള്ളുന്ന ആ ഭഗവാനും ദേവിയും അടുത്തടുത്ത ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആ തിരുമേച്ചൂർ ക്ഷേത്രത്തെപ്പറ്റി, ശ്രീ ലളിത പരമേശ്വരി ദേവിയുടെ ഉത്ഭവം, അതായത് ദേവിയുടെ ഉത്ഭവമല്ല, ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ശ്രീദേവിയെ 1000 നാമങ്ങളിൽ സ്തുതിക്കുന്ന വശിന്യാദി വാഗ്ദേവതമാരായ 8 പേർ ദേവിയെ അംഗോപാംഗം അടിമുതൽ മുടിവരെ സ്തുതിക്കുന്ന ആ ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമ സ്തോത്രം മന്ത്രം ഉത്ഭവിച്ച തിരുമേച്ചൂർ എന്ന ആ ദേവീക്ഷേത്രത്തെപ്പറ്റി സ്വസ്തിക എന്ന പാർവതി കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ലളിത പരമേശ്വരി ദേവിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചു. കാരണം നമുക്കറിയാവുന്ന വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതം ശരിയാക്കി തന്ന, നമ്മളെ ശക്തരാക്കി തന്ന, നമ്മുടെ ജീവിതം തന്നെ ഒരാൾക്ക് കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരാളെക്കുറിച്ച് സംസാരിച്ചാൽ നാം വെറുതെ ചെവി കൊടുക്കുകയേ ഉള്ളൂ. നമ്മളത് സശ്രദ്ധം കേൾക്കും, മറ്റുള്ളവർ ആ ആളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാൻ. അങ്ങനെ ശ്രദ്ധിച്ചതാണ് ഞാൻ ദേവിയെക്കുറിച്ച് പറയുന്നത്. എനിക്ക് ദേവിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിലും പ്രിയപ്പെട്ടവരാരും ഇല്ല. ഭഗവാനേക്കാളും സ്നേഹത്തോടെ ഞാൻ ഹൃദയത്തിൽ ചേർക്കുന്നത് ദേവിയെ തന്നെയാണ്. ആ ഒരു രഹസ്യം മറ്റുള്ളവരോട് പറയാനുള്ളൊരു സമയമായി എന്ന് തോന്നി ആ വീഡിയോ കേട്ടപ്പോൾ. കാരണം ദേവിയാണ് എന്നെ ഇവിടെ വരെയും എത്തിച്ചത്, എനിക്ക് ശക്തി തന്നത്. അതിൽ പാർവതി പറയുന്നുണ്ട്, ലളിത പരമേശ്വരി ദേവിയുടെ മന്ത്രം ജപിക്കുന്ന ഏതൊരു വ്യക്തിയും ശക്തരായി തീരും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ചൈതന്യം തിരിച്ചറിയാൻ ശ്രീ ലളിത പരമേശ്വരി ദേവിയുടെ സഹസ്രനാമം സഹായിക്കും എന്ന്. അതിന് കുറച്ചും കൂടി അടിവരയിട്ട് ഞാൻ പറയട്ടെ, അത് വളരെ സത്യമാണ്. സത്യം മാത്രമല്ല, അനുഭവമാണ്. എൻ്റെ ജീവിതമാണ് അതിനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അനുഭവം, അതിനൊരു തെളിവാണ്. കാരണം എൻ്റെ ചെറിയ കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, വലിയ കുട്ടി അന്ന് 5ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അവനൊരു 10 വയസ്സ് കാണും. അപ്പോൾ ആ സമയത്താണ് ഞാൻ ലളിത സഹസ്രനാമ സ്തോത്രം, ഇപ്പം വലിയ മോന് 20 വയസ്സായി, ആദ്യമായി ഞാൻ ജപിക്കാൻ ആരംഭിക്കുന്നത് അന്നായിരുന്നു. എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ മുതൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മക്കളുടെ കാര്യം ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു. സ്കൂളിലെ ജോലി, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, പിന്നെ നമ്മളുടെ സമൂഹവും ബന്ധുമിത്രാദികളും ഒക്കെയായിട്ടുള്ള ആ ഒരു ചാർച്ച, അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു പറയാൻ പാടില്ലാത്ത വിധത്തിൽ അങ്ങ് തളർന്നു പോകും ചില അവസരങ്ങളിൽ. ഈ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കുട്ടികളെയും, അതും ആൺകുട്ടികളാണ്, അവർ വളരെ കുസൃതികളാണ്. പെൺകുട്ടികളെ വഴക്ക് പറഞ്ഞ് ഒതുക്കിയിരുത്തുന്നത് പോലെ ആൺകുട്ടികളെ പറ്റില്ല എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ മക്കളെ വളർത്താൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. എൻ്റെ ഇളയതാണ് എനിക്കൊരു ബ്രദറുള്ളത്. അപ്പോൾ ആ പെൺകുട്ടികളുടെ ഒരു ജീവിതമേ എനിക്ക് അറിവുള്ളായിരുന്നു. അപ്പോൾ ഈ ആൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ ഒരു പ്രശ്നം, 2 ആൺകുട്ടികൾ, അതിൻ്റെ അതുപോലെ തന്നെ സ്കൂളിലെ സ്ട്രെയിന്, ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അത് അനുഭവിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ഇങ്ങനെ ഞാനങ്ങ് വലഞ്ഞ്, എനിക്ക് വയ്യ എന്ന് തോന്നി. എല്ലാം ഇങ്ങനെ നമ്മൾ കുട്ടികളെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചാലേ, ചെറിയ പ്രായത്തിലെ കുട്ടികളല്ലേ, അവരുടെ കൂടെ തന്നെ ഞാനിരിക്കുക. അതെനിക്കൊരു നിർബന്ധമായിരുന്നു. ഒരു 9:30 മണി വരെയും ഞാൻ മക്കളുടെ കൂടെ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് അവരെ സ്വസ്ഥമാക്കി ഉറക്കിയതിന് ശേഷമേ എൻ്റെ ജോലികളിലേക്ക് ഞാൻ ഏർപ്പെടുകയുള്ളായിരുന്നു. വൈകുന്നേരം കുളിച്ച് വിളക്ക് കത്തിച്ച് നാമജപത്തിന് ശേഷം തുണി നന വരെയും വന്നതിന് ശേഷം കഴുകിയിട്ടതിന് ശേഷമാണ് ഈ നാമജപത്തിലേക്ക് ഏർപ്പെട്ട്, അതിന് ശേഷം മക്കളുടെ കൂടെ ഇരുന്നതിന്, അവരെ ഉറക്കിയതിന് ശേഷമേ ഞാൻ
ഒരു മൊബൈലിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക പോലും ഉള്ളൂ. ടി വി ഒന്നും ഓണാക്കുകയേ ഇല്ല. അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ അതിന് ശേഷം വേണം ചെയ്യേണ്ടത്. ചെയ്ത് വെച്ചിട്ട് വേണം കിടന്നുറങ്ങേണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം അതിവെളുപ്പിനെ എഴുന്നേൽക്കുക, അതിന് കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക് വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം കഴിക്കാനുണ്ടാക്കുക, അതാത് പാത്രങ്ങളിലും ബോട്ടിലുകളിലും എടുക്കുക. അങ്ങനെ ഒരു ഒരു എനിക്ക് നിലനിൽക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു കാര്യങ്ങൾ. എനിക്കത് ചില അവസരങ്ങളിൽ ക്ഷീണവും മാനസികമായ സമ്മർദ്ദവും എല്ലാം കൂടെ ആയപ്പോൾ എനിക്കൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. എന്നാലും അത്രയും പ്രിയം എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആരും അധികം പ്രിയമുള്ളവരായിട്ടില്ലിപ്പോൾ. അങ്ങനെ ഒരു അകൽച്ച വന്നു എന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലെല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെ. കൂടുതൽ അടുപ്പത്തിന്, അറ്റാച്ച്മെൻറ്റിന് ആരോടും പോകാറില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവൾ എനിക്ക് ജീവിതത്തിൽ ഒരു അമ്മയെപ്പോലെ ഒരുപാട് ഉപദേശങ്ങൾ തന്ന് സഹായമൊക്കെ ചെയ്തു തന്നു. ഉപദേശിക്കുക മാത്രമല്ല, എനിക്ക് ഒരുപാട് സഹായങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ടി സപ്പോർട്ട് ചെയ്യുവാനും ഒന്ന് ഹെൽപ്പ് ചെയ്യുവാനും അവരെ ഒന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന അവസരത്തിൽ അവർക്ക് സ്കൂളില്ലാത്തപ്പോൾ ഒന്ന് നോക്കുവാനും എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ സഹായങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും തരുന്ന ഇത്രയും ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സഹോദരങ്ങളൊന്നും അത്രയൊന്നും അകലെയില്ലേ സഹോദരങ്ങൾ. അവരോട് നമ്മളൊരു കാര്യം പറഞ്ഞ് അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് നമുക്ക് ദൂരെ നിന്നൊരു വാക്കുകളെ കിട്ടും. പക്ഷേ ഇതല്ല. അടുത്തുള്ള സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ അതൊരു ജീവിതത്തിന് അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഞാനൊരു ദിവസം ഇത് നേരിട്ട് കാണുകയാണ്. അവധി ദിവസങ്ങളിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ അവധിയുള്ളപ്പോൾ ഞാൻ മക്കളെ അവൾ അങ്ങോട്ട് വിളിക്കും. അവിടെ ആയിരിക്കും ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ. എന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക, എല്ലാ ദിവസവും ഇങ്ങനെ നെട്ടോട്ടമല്ലേ, ഇന്ന് ഇവിടുന്ന് കഴിക്കുക, ഇവിടെ ഇരിക്കുക, ഇവിടെ ഒന്ന് ശാന്തമായിട്ടിരിക്കുമെന്ന് പറയും. അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് ഒരു ദിവസം എന്നോട് പറഞ്ഞ്, നിനക്ക് ഈ വിഷമത്തിൽ നിന്ന്, നിൻ്റെ മനസ്സിൻ്റെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നിനക്ക് കരകയറാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നീ കൃത്യമായിട്ട് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനും ഞാൻ റെഡിയായിരുന്നു. എന്ത് ചെയ്യാനും എനിക്ക് കുറച്ചും കൂടി ഒരു ഈ വിഷമങ്ങളെ അതിജീവിക്കുവാനും പ്രശ്നങ്ങളെ നേരിടുവാനും ഒക്കെ ഉള്ളൊരു ശക്തി വേണമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ അവളുടെ ഒരു ബന്ധുവിൻ്റെ അനുജത്തിയെ വിവാഹം ചെയ്ത വീടിനടുത്താണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീക്ക് 3 പെൺകുട്ടികളായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ആ കുട്ടികൾ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. ആ അമ്മയ്ക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അവർക്ക് പുറത്തോട്ടങ്ങും ഇറങ്ങുന്ന ഒരു ബ്രാഹ്മൺ സ്ത്രീയായിരുന്നു. അവർക്ക് പുറം ലോകമായിട്ടങ്ങും വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. അവരുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന തേങ്ങയോ മറ്റ് സാധനങ്ങളോ ഒക്കെ കൊണ്ടാണ് അവർ നിത്യവൃത്തി കഴിച്ചിരുന്നത്. അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഭർത്താവ് പരിരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ഒരു സാധു സ്ത്രീയായിരുന്നു. അപ്പോഴാണ് ഭർത്താവ് നഷ്ടപ്പെട്ടു പോയത്. ഈ 3 പെൺകുഞ്ഞുങ്ങളുമായിട്ട് അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു. അവരാകെ ചെയ്തത് ലളിതാ സഹസ്രനാമം നിത്യേന ജപിക്കുമായിരുന്നു. നിത്യേന ജപിച്ച് ഇപ്പോൾ ആ അമ്മയുടെ ജീവിതവും ആ മക്കളുടെ ജീവിതവും ഒക്കെ എന്നോട് അവൾ വിശദീകരിച്ചു. ആ മക്കളെല്ലാവരും, ഒരാൾ അമേരിക്കയിൽ, ഒരാൾ കാനഡയിൽ, മറ്റൊരാൾ ലണ്ടനിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഈ അമ്മ 3 മക്കളുടെ അടുക്കെ മാറി മാറി ജീവിക്കുന്നു. ഇടയ്ക്ക് നാട്ടിൽ വരും. വീടും സൗകര്യങ്ങളും ഒക്കെ വളരെ വലിയ സമ്പത്തിനുടമയായി സമാധാനത്തോടുകൂടി അമ്മ ജീവിക്കുന്നു. അമ്മയോട് അയൽപ്പക്കത്തുള്ള എല്ലാവരോടും, കാണുന്ന എല്ലാവരോടും പറയും, ലളിതാ സഹസ്രനാമം നിത്യേന ജപിക്കൂ. എനിക്ക് ലളിതാ സഹസ്രനാമം ജപിച്ചതിലൂടെ കിട്ടിയ ആത്മബലവും ഐശ്വര്യങ്ങളുമാണ് ഈ കാണുന്നതെന്ന്. അപ്പോൾ ഈ വിവരം എന്നോട് എൻ്റെ ഈ കൂട്ടുകാരി എന്നോട് പറഞ്ഞു. നിനക്കാകുമോ, നിനക്ക് ജപിക്കാൻ കഴിയുമോ, നിനക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ നിനക്കുണ്ട്, പക്ഷേ നിനക്ക് മനസ്സിന് കുറച്ചുകൂടി ഈ കൊച്ചു കുട്ടികളുമായിട്ടുള്ള ജീവിതം, നിൻ്റെ ജോലി, ഇതെല്ലാമായിട്ട് മുന്നോട്ട് പോകാൻ മനസ്സിന് കുറച്ചും കൂടി ധൈര്യം, കുറച്ചുകൂടി ബലം വേണം. അത് നേടിയെടുക്കാൻ ഇത് സാധിക്കും. കഴിയുമോ നിനക്ക് മുടക്കം കൂടാതെ ചൊല്ലുവാൻ എന്നോട് ചോദിച്ച്.
ഞാൻ ചൊല്ലാം. എനിക്ക് ദേവിയെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. ഞാൻ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതുപോലെയുള്ള ഭക്തിയിലേക്കൊന്നും ഞാൻ അന്ന് വന്നിട്ടില്ല. എങ്കിലും എന്നിൽ വളരെ ചെറുതിലെ തന്നെ ഭക്തി ഉണ്ടായിരുന്നു. ഭഗവാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ. അപ്പോൾ ഒത്തിരിയും വിഷമങ്ങളൊക്കെ തരുമ്പോഴും ഭഗവാനെ ഞാൻ കുറ്റപ്പെടുത്തുമായിരുന്നു. എൻ്റെ ഭഗവാനെ, എനിക്ക് ഭഗവാനല്ലാതെ വേറെ ആരുമില്ല, എന്നിട്ടും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നല്ലോ, എനിക്ക് ഈ ജീവിതം മടുക്കുന്നല്ലോ, എനിക്ക് വയ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റയ്ക്കുള്ള ജീവിതം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഭഗവാനെ നിരന്തരം മനസ്സുകൊണ്ട് ഭഗവാനോട് ശകാരമൊക്കെ പറയുമായിരുന്നു. ആ അവസരത്തിലാണിത്. അപ്പോൾ എന്നിട്ട് അവളുടെ കയ്യിലൊരു പുസ്തകവും ഉണ്ടായിരുന്നു, ലളിതാ സഹസ്രനാമത്തിൻ്റെ പുസ്തകം. ഞാൻ ഒരു ലളിതാ സഹസ്രനാമം പുസ്തകത്തിന് അന്ന് 10 രൂപയേ ഉള്ളായിരുന്നു. എനിക്കതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആ പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തപ്പോൾ അതിനേക്കാളൊക്കെ ചാർജായി ഓരോ കോപ്പി. അതെടുത്ത് ഒന്നിച്ച് പിൻ ചെയ്ത് വെച്ച് അതിൽ നോക്കി ഞാൻ നാമം ജപിക്കാൻ തുടങ്ങി. അതോ എപ്പോഴാണ് നാമം ജപിക്കുന്നത്? എനിക്ക് വൈകുന്നേരം വരുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന നാമം ജപിക്കാൻ സമയം കിട്ടില്ല. കുട്ടികളെ കുളിപ്പിക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവരുടെ യൂണിഫോം കഴുകിയിടുക, അതെല്ലാം ഞാൻ അന്ന് തന്നെ ചെയ്യും. സോക്സും ബനിയനും ടൈയും അതുപോലെയുള്ള എത്രയോ വസ്ത്രങ്ങൾ അഴിച്ച് കഴുകുകയും അതങ്ങനെ അങ്ങ് ശീലിച്ച്. അപ്പോൾ വൈകുന്നേരം അതിന് സമയം കാണത്തില്ല. അല്പനേരം ഭഗവാനോടൊപ്പം ഇരിക്കാനുള്ള ഒരു നേരമേ എനിക്ക് കിട്ടത്തുള്ളൂ, സ്വസ്ഥത. അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്നത് ചൊല്ലണം, കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടും ബഹളവും ഒന്നും ഇല്ലാത്ത സമയത്തെന്ന് കരുതി. അതിന് ഞാനൊരു ഉപാധി കണ്ടുപിടിച്ചു. രാവിലെ ഞങ്ങൾ 3 പേരും കൂടി ഈ വീടിൻ്റെ വാതിക്കൽ, ഗേറ്റിൻ തുറന്നാൽ റോഡാണ്, അവിടെ 8:10 ആകുമ്പോൾ സ്കൂൾ ബസ് വരും. ഞങ്ങൾക്ക് 3 പേർക്കും അതിൽ കയറാം. അവർക്ക് ഫീസ് കൊടുക്കണം. ഞാൻ ടീച്ചറായതുകൊണ്ട് എനിക്കതിൽ ഫ്രീ ആയിട്ട് സ്കൂളിൻ്റെ വാതിക്കൽ ഇറങ്ങാം. സ്കൂളിൽ 9:10 എനിക്ക് ചെന്നാൽ മതി. അപ്പോൾ ഈ 8:10 ചെല്ലുന്ന ഞാൻ ഒരു 8:30 ആകുമ്പോൾ സ്കൂളിൽ ചെന്നിട്ട് പിന്നെ അവിടെ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മുതൽ മക്കളെ മാത്രം ആ സമയത്ത് ബസ്സിൽ കയറ്റി വിട്ടിട്ട് അവർ പോയതിന് ശേഷം ഈ 8:10 ശേഷം ഞാൻ ലളിതാ സഹസ്രനാമം നിലവിളക്ക് വെളുപ്പിനെ കൊളുത്തുന്നത് കെടുത്താതെ തന്നെ വെച്ചിരിക്കുമായിരുന്നു, കൂടുതൽ എണ്ണയൊഴിച്ച്. ആ സമയത്ത് ഞാനിരുന്ന് ജപിക്കും. കുളിച്ചൊരുങ്ങി വന്നിരുന്ന് ഈ നാമജപം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സ്കൂട്ടറിൽ പോകുമായിരുന്നു സ്കൂളിലേക്ക്. അങ്ങനെയാണ് ഞാൻ ആ ലളിതാ സഹസ്രനാമം ചൊല്ലുവാൻ പഠിച്ചു തുടങ്ങിയത്. ആദ്യമൊക്കെ 45-50 മിനിറ്റ് വരെയൊക്കെ ഞാനത് എടുക്കുമായിരുന്നു, സമാധാനമായിട്ട് വായിച്ചു മനസ്സിലാക്കി ചൊല്ലുവാൻ. പിന്നീട് ആ സമയത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് ഒരു 20-22 മിനിറ്റിനുള്ളിൽ ചൊല്ലാം. എവിടെ പോയാലും വന്നാലും എങ്ങനെ പോയാലും നമുക്ക് മനഃപ്പാടമായിട്ട് എവിടെ ഇരുന്നും ചൊല്ലാമെന്നുള്ള ഒരവസ്ഥ ഒരു വർഷമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കരഗതമായി. അങ്ങനെ ഞാൻ അങ്ങ് ജപിക്കാൻ തുടങ്ങി രാവിലെ പോകുന്നതിന് മുമ്പ്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനത് ഇവിടെ നിർത്തി വായിച്ച് എല്ലാം ദേവിക്ക് സമർപ്പിച്ചിട്ട് പോയാലും വണ്ടിയിലിരിക്കുമ്പോഴും ഇത് തന്നെ ചൊല്ലും. സ്കൂളിൽ ചെന്ന് ആ പഞ്ചിങ്ങും കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറുന്നവരെ എൻ്റെ ഉള്ളിൽ ഈ നാമം ഇങ്ങനെ ഞാൻ ഉള്ളിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ജപിക്കുന്ന നാമം കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനും എൻ്റെ മക്കളും. ഞാൻ എവിടെ പോയാലും വണ്ടി എടുക്കുമ്പോൾ ലളിതാ സഹസ്രനാമം എപ്പോഴും അതാ എൻ്റെ മനസ്സിലിങ്ങനെ. നമ്മളൊരു മന്ത്രം മനസ്സിലിട്ട് കൊടുത്താൽ ആ മന്ത്രം നമ്മളിപ്പോൾ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ കാറിനകത്തിൽ പാട്ടിട്ട് വീണ്ടും ഓഫ് ചെയ്തിട്ട് അത് ഓണാകുമ്പം പാട്ട് തനിയെ കേൾക്കാൻ തുടങ്ങില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഓഫ് ചെയ്യുകയോ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യും. വീണ്ടും നമ്മളിലേക്ക് തന്നെ വരുമ്പോൾ ഈ മന്ത്രം നമ്മളെ വീണ്ടും പകുതി നിർത്തിയെടുത്തൊന്ന് വീണ്ടും തുടങ്ങും. മനസ്സ് തന്നെത്താനെ ഇങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രിയമുള്ളവരോട് പറയുന്നത്, നാം ഒരു മന്ത്രം മനസ്സിനിട്ട് കൊടുത്താൽ മനസ്സ് നമ്മളെ കൊണ്ടത് ചൊല്ലിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ എനിക്ക് എത്രയോ വലിയ വലിയ ആക്സിഡൻറ്റുകളൊക്കെ റോഡിൽ ഓൺ ദ സ്പോട്ടിൽ മരണപ്പെടുന്ന വലിയ ആക്സിഡൻറ്റുകളൊക്കെ മറ്റുള്ളവർ കണ്ട് തലയിൽ കൈവച്ചിരിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. എത്രയോ അത്ഭുത ശക്തി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആക്സിഡൻറ്റിൽ നിന്ന് ഒരു തൊലി പോലും ഒരയാതെ രക്ഷപ്പെട്ടത് എന്ന് കണ്ടു നിന്ന് എത്രയോ പുരുഷന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും മകളൊക്കെ ആക്സിഡൻറ്റിൽ പെടുന്നത് കണ്ടാൽ ഇപ്പം മരിച്ചു പോകുമെന്ന് തോന്നും കാണുന്നവർക്ക്. പക്ഷേ ഒരു കൈവെള്ളയിൽ ആരെങ്കിലും വണ്ടി ഒന്ന് ചരിഞ്ഞിട്ട് പോലും അങ്ങനെ പോലും കാലിനോ കൈക്കോ ഒരു അപകടം ഉണ്ടായിട്ടില്ല, ദേഹത്തോട്ട് വീണിട്ടില്ല. നമ്മുടെ കയ്യിലേക്ക് ആരോ നമ്മളെ പൊക്കിയെടുത്ത് റോഡിലോട്ട് നിർത്തുന്ന പോലെ തോന്നും. അത്രയ്ക്ക് എനിക്ക് എത്ര അനുഭവമുള്ള കാര്യമാണ് ദേവിയുടെ അനുഗ്രഹം. അതൊരു കാര്യം. പിന്നെ ദേവിയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു വർഷം ഇരുന്ന് പറഞ്ഞാലും ഞാനും ദേവിയും തമ്മിലുള്ള കൂട്ടിനെക്കുറിച്ചൊന്നും തീരത്തില്ല. ആ സ്നേഹബന്ധം അത് എനിക്ക് ശക്തി തന്നത് ഒരു കാര്യം. അത് ലളിതാ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങുന്ന എല്ലാവർക്കും ആ ശക്തി ദേവി തരും. നമ്മളിരിക്കുന്ന ഒരു പവറിനെ ദേവി നമുക്ക് തെളിയിച്ചു തരും. ദേവിയുടെ ഒരു പ്രത്യേക സംരക്ഷണം നമുക്ക് ചുറ്റിനും ഉണ്ടാവും. നമ്മളെപ്പോഴും ഐശ്വര്യവതിയാകും, നമ്മളെപ്പോഴും സന്തോഷം തുളുമ്പുന്നവരാകും. എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന അസഹ്യമായ പ്രശ്നങ്ങൾ, അത് പിന്നെ നമുക്കൊരു വിദൂര സ്വപ്നമായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഞാൻ കടന്നു പോയിരുന്നത്, ഞാൻ തന്നെ ആയിരുന്നോ അതൊക്കെ എന്ന് നമുക്ക് ഒരു സ്വപ്നം പോലെ തോന്നും. നമ്മൾ വേറൊരു വ്യക്തിയായി മാറും. നമ്മൾക്ക് എന്തായിരുന്നോ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതൊക്കെ ദേവി തൂത്ത് കളയും. കാരണം എന്താണ്? ദേവിയാണ് ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും കാരണക്കാരി. ഈ മായാപ്രപഞ്ചമാണ് ദേവിയുടെ ലോകം. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരവും ഇതിലിരിക്കുന്ന പഞ്ചതന്മാത്രകളും എല്ലാം ദേവി സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മായയിൽ നമ്മളെ മോഹിപ്പിക്കുന്നത് ദേവിയാണ്. അപ്പോൾ ഈ ഭൗതിക സാഹചര്യത്തിന് ദേവിയെ എപ്പോഴും കൂട്ടുപിടിക്കണമെന്ന് രാധാ സഹസ്രനാമം ഒക്കെ ഞാൻ പറഞ്ഞു തന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എത്ര പ്രധാനമാണ് നമ്മുടെ ആത്മാവ് എങ്കിൽ അത്രയും പ്രധാനമാണ് ശരീരം. ആ ആത്മാവ് കുടികൊള്ളണമെങ്കിൽ ശരീരം വേണ്ടേ? അപ്പോൾ ശരീരത്തിനുള്ളിലാണ് ഈ ആത്മാവ് കുടികൊണ്ട് ശരീരത്തെ ബലവത്താക്കി നിർത്താൻ ആത്മാവ് വേണം. പക്ഷെ ആത്മാവിന് കുടികൊള്ളുവാൻ ശരീരവും വേണം. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചവും ആത്മശക്തിയും കൂടി ചേരുമ്പോഴാണ് ഒരു പുരുഷനും പ്രകൃതിയും കൂടി ചേരുകയാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിലും. ആ പ്രകൃതിയാണ് ദേവി. നമ്മുടെ ഈ ശരീരത്തിൻ്റെ കാരണഭൂതയാണ് ദേവി. അപ്പോൾ ആ ശരീരത്തിന് ഈ ഭൂമിയിൽ ഈ ഭൗതിക ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ടുന്ന സുഖസൗകര്യങ്ങൾ, സമാധാനങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ധർമ്മം അർത്ഥം കാമ മോക്ഷം ഇതെല്ലാം തരേണ്ടത് ദേവിയാണ്. ഇതിലിരിക്കുന്ന ആത്മാവാണ് ഭഗവാന്റേത്. അപ്പോൾ ഈ ആത്മാവും ഈ ശരീരവും കൂടി ഒന്നിച്ച് രമിച്ച് സന്തോഷിച്ചു പോകുമ്പോഴേ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷപ്രദമാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ അറിവ്, ആത്മാവാകുന്ന ആ സത്താകുന്ന വെളിച്ചം നമ്മളിൽ വളരെ ഉജ്ജ്വലമായി പ്രവർത്തിച്ച് നമ്മൾ വളരെ വൈരാഗികളായി മാറി ഒരു വളരെ സ്ട്രോങ്ങായ ഒരു അറിവിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മളങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സാധിക്കണ്ടായോ? നമ്മൾ ജീവിതത്തിൻ്റെ ഒരു വിരക്തിയുടെ ഒരു അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ ഈ ഭൂമിയിലെ കർമ്മങ്ങൾ ബാക്കി വേണ്ടായോ? നമ്മളിവിടെ ഈ ശരീരത്തിൽ നിന്ന് നാം തിരികെ പോകുന്നവരെയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി ഈ ഭൗതിക പ്രകൃതിയിൽ നാം ഇവിടെ ജീവിക്കുക തന്നെ വേണം. അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ, സമാധാനങ്ങളൊക്കെയും വേണം. അത് തരുന്നത് ദേവിയാണ്. ഈ ലളിതാ സഹസ്രനാമം നാം ജപിച്ചു തുടങ്ങിയപ്പോൾ, ഞാൻ നിരന്തരം ജപിച്ചു തുടങ്ങി. അപ്പോൾ പീരീഡ്സ് ഉള്ള സമയത്ത് ജപിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞു. എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് അതിന് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് അത് പാടില്ല, അങ്ങനെ സമയത്ത് ജപിക്കരുതെന്ന്. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ആ ഒരു ദിവസം ഇങ്ങനെ എന്ത് ചെയ്യണം, ഞാൻ എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചൊല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ദേവി തന്നെയാണ് സ്വപ്നദർശനത്തിൽ അത് ചെയ്തോളൂ, പീരീഡ്സ് ഉള്ള സമയത്തും നീ ജപിച്ചോളൂ എന്ന് എനിക്ക് കാണിച്ചു തന്നു ദേവി. അപ്പോഴെനിക്ക് ക്ലിയറായി, ഇത്
നമ്മൾ പൂജാമുറിയിൽ കയറിയിരുന്ന് അശുദ്ധമാക്കണ്ട, അല്ലാതെ നമുക്ക് ബൈഹാർട്ടായിട്ട് അറിയാമെങ്കിൽ ജപിക്കാം, ഇല്ലെങ്കിൽ തെറ്റ് വരുമെങ്കിൽ മറ്റൊരു പുസ്തകം അതിനുവേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നോക്കി ജപിക്കാം. അത് ദേവി തന്നെ എനിക്ക് തന്ന നിർദ്ദേശമാണ്. കാരണം ഈ സ്ത്രീ ശരീരത്തിലുണ്ടാകുന്ന ശുദ്ധിയും അശുദ്ധിയൊക്കെ ദേവി അല്ലേ ഈ ശരീരം സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു അശുദ്ധിയുടെ പേരിൽ ദേവിയെ കുറേ ദിവസത്തേക്ക് മാറ്റി നിർത്തുന്നത്, അല്ല ദേവിയെ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്നും അങ്ങനെ ഒരു സ്തുതി ഇല്ലാതെ വരുന്നത് ദേവിക്ക് ഇഷ്ടപ്പെടുമോ? ദേവിക്ക് എത്ര സന്തോഷമാണെന്നറിയാമോ? ലളിതാ സഹസ്രനാമം നാം ജപിക്കാൻ തുടങ്ങുമ്പോൾ സർവാഭരണ വിഭൂഷിതയായ പച്ച കളറിലെ പട്ട് സാരിയൊക്കെ അണിഞ്ഞ ദേവി ഇങ്ങനെ നമ്മുടെ നിലവിളക്കിന് മുന്നിൽ ഇങ്ങനെ വന്ന് ആനന്ദസ്വരൂപിണിയായി ഇങ്ങനെ ഇരിക്കും. നമുക്കത് അനുഭവവേദ്യമാണ്. ഞാനത് ലളിതാദേവിയെക്കുറിച്ച് അധികം സംസാരിക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും ഞാൻ നിങ്ങളോട് ആരോടും ഷെയർ ചെയ്യാഞ്ഞത്. ദേവി ഈ പ്രകൃതി എന്ന് പറയുന്നത് ലളിതാ പരമേശ്വരി ദേവിയാണ്. ഈ പ്രകൃതിയാണ് ദേവി എന്ന് ഞാൻ അന്നേ നിശ്ചയിച്ച് ദേവി അതെനിക്ക് കാണിച്ചു തന്നു. ഈ പ്രകൃതിയിലെ ഓരോന്നും ഞാൻ തന്നെയാണ് എന്ന്. അന്ന് ഞാനൊരു ശിശുവായിരുന്നു. അറിവിൽ ദേവിയെക്കുറിച്ച് അറിയുന്നതിൽ ഞാൻ വെറും ശിശുവായിരുന്നു ഈ 10 വർഷത്തിന് മുമ്പ്. അപ്പോൾ ഒരു നടക്കാൻ തുടങ്ങുന്ന ഒരു പിഞ്ചു കുഞ്ഞ്, അല്ലെ പ്രകൃതിയെ കണ്ട അന്തം വിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങുമ്പോഴാണല്ലോ പ്രകൃതിയിലെ പൂക്കളെയും ശലഭങ്ങളെയും വർണ്ണാഭമായ കാഴ്ചകളൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നടക്കുമ്പോൾ അമ്മമാർ കൈ പിടിച്ചുകൊണ്ട് നടന്നതേണ്ട മോനെ മോളെ ഇത് കാണുമെന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നിനെയും കാണിച്ചു കൊടുക്കില്ലായിരുന്നോ നമ്മുടെ കൊച്ചു മക്കൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ ശുദ്ധ ഹൃദയത്തോടുകൂടി എനിക്ക് ദേവിയുടെ സാമീപ്യം വേണം, ദേവിയുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ചൊല്ലാൻ തുടങ്ങുമ്പോൾ ദേവി നമ്മുടെ കയ്യിൽ പിടിച്ചുകൂടെ ദാ ഞാനാണ് ഈ കാണുന്നത്, ഇതെല്ലാം എൻ്റെ ലോകം നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ കൊണ്ട് നടന്ന് കാഴ്ചകൾ കാണിക്കുന്ന പോലെ ദേവി എന്നെ ഈ പ്രകൃതിയുടെ അപാരത, ഇതിൻ്റെ സൗന്ദര്യം, ഇവിടെ നടക്കുന്ന കല, സംഗീതം, സാഹിത്യം, എത്രയോ സംഭവങ്ങളാണ് മനുഷ്യരുടെയും പ്രകൃതിയുടെയും ഉള്ളിലിരിക്കുന്ന അനന്തമായ ശക്തിവിശേഷങ്ങൾ, ഇതെല്ലാം ദേവി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാനാണ്, എന്നിലൂടെയാണ് ഇതെല്ലാം ഈ പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്, ഞാൻ തന്നെയാണ് ഇതെല്ലാം എന്ന്. അത് അങ്ങനെ. എന്നാൽ ഞാൻ എപ്പോഴും പറയും, എല്ലാ ബന്ധങ്ങളും നമുക്ക് മനസ്സിന് വെളിയിലേ ആകാവുള്ളൂ. മനസ്സിനുള്ളിലേക്ക് ബന്ധങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും സ്ഥാനമാനങ്ങളെയും ഒക്കെ അകത്തേക്ക് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ അനേകായിരം ചിന്തകൾക്ക് തീ കൊളുത്തുകയായിരിക്കും. ഇതിൻ്റെ നന്മയും തിന്മയും നാം സുഖവും ദുഃഖവും ഒക്കെ ആയിട്ട് അനുഭവിച്ച് മനസ്സ് വിഷമിപ്പിച്ച് ഈശ്വരനെ അവിടെ നിന്ന് പടിയിറക്കി വിടും. അതുകൊണ്ട് മനസ്സ് ശാന്തമാവുകയും ഒന്നിനോടുമുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരികയും ചെയ്യണമെങ്കിൽ നിരന്തരം നമ്മൾ ഭഗവത് സ്മൃതിയിലിരിക്കണം എന്ന് പറഞ്ഞു. ആ നിരന്തരം ഭഗവത് സ്മൃതിയിലേക്കിരിക്കുകയും അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ക്രമേണ വിടുവാനും എനിക്ക് കാരണമായത് ദേവിയാണ്. ദേവിയുടെ ആ സാന്നിധ്യം എന്നിൽ അങ്ങോട്ട് വർഷിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ മായയിൽ ഉൾപ്പെടുത്തി നമ്മളെ ഭ്രമിപ്പിക്കുന്ന ദേവി. ഈ പ്രകൃതിയിലേക്ക് നാം പിറന്നു വീഴുമ്പോൾ ദേവിയുടെ മായയിലേക്കാണ് വന്ന് വീഴുന്നത്. ആ ദേവി തന്നെയാണ്, ദേവിയെ നാം വിളിക്കാൻ തുടങ്ങുമ്പോൾ ഈ മായയിൽ നിന്ന് നമ്മളെ ക്രമേണ മുക്തരാക്കി ഒരു യൂണിവേഴ്സൽ ലവ് എന്ന എല്ലാറ്റിനോടും എല്ലാ ജീവജാലങ്ങളോടും ഒരു പ്രേമം, എല്ലാറ്റിനെയും സമഭാവനയോടെ കാണാനുള്ള ഒരു മനസ്സ്, അതിലേക്ക് ദേവിയാണ് എന്നെ കൊണ്ട് എത്തിച്ചത്. പലരും എന്നോട് ചോദിക്കും, എങ്ങനെയാണ് ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയുന്നത് എന്ന്. ഞാൻ പല വീഡിയോകളിലും ആ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് ആ ഡിറ്റാച്ച്മെൻറ്റ്. ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ കൂടുതൽ അറ്റാച്ച്മെൻറ്റാണ് തരുന്നത്. ഇതിലൂടെ വാ, അതിലൂടെ വാ, അങ്ങനെ വാ, ഇങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ മായയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ദേവിയാണ്, ഭഗവാനല്ല. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ദേവിയെ സ്ട്രോങ്ങായിട്ട് ദേവി ഹൃദയത്തിൽ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇതിലൊക്കെ മുമ്പ് തന്നെ ഞാൻ ഇതിലേക്കൊക്കെ വന്നതും എനിക്ക് എന്ത് തന്നെ
മറ്റുള്ളവർ എന്നെ വേദനിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും നിന്ദിച്ചാലും എന്ത് ചെയ്താലും എൻ്റെ മനസ്സിനെ അതൊന്നും ബാധിക്കത്തില്ല. കാരണം ഇതെല്ലാം ഈ പ്രകൃതിയിൽ കാണുന്ന കാഴ്ചകളാണെന്നും ഞാൻ ഇതിനകത്തിൽ പെടുന്നില്ല എന്നുള്ള ആ ഒരു മായയുടെ ഒരു അട്രാക്ഷൻ, ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഭൂമിക്കുള്ളതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ മനുഷ്യ മനസ്സുകളെ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അതിൽ നിന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആക്കാൻ തുടങ്ങി ദേവി. ആ ആകർഷണം കുറേശ്ശെ വിട്ടു തുടങ്ങി. അല്ലാതെ ഞാൻ ഇവിടുത്തെ ജീവിതം അനുഭവിച്ചിട്ട് കുറേ മനുഷ്യരിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ കിട്ടിയിട്ട് ഞാൻ ഡിറ്റാച്ച്മെൻ്റ് ആയതല്ല. അതിനുള്ള പ്രായമൊന്നും ആയില്ല. കുറേ അനുഭവിച്ചിട്ട് എല്ലാം അനുഭവിച്ചതിന് ശേഷം ഇതെല്ലാം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞ് പ്രായമായ കാലത്ത് ഡിറ്റാച്ച്ഡ് ആയിട്ട് എനിക്കിനി ആരുമില്ല, ഭഗവാൻ ശരണം, ദേവിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതല്ല ഞാനിതിലേക്ക്. അതിനുള്ള സമയമൊന്നും ആയിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ വേർതിരിവോടുകൂടി നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതം ഇതെല്ലാം ഇവിടെ നടക്കുന്ന നാടകങ്ങളാണെന്നും ഞാനിതിൻ്റെ ഒരു കാഴ്ചക്കാരി മാത്രമാണെന്നും ഉള്ള ഒരു അകലം എനിക്ക് കാണിച്ചു തന്ന് എൻ്റെ മനസ്സിനെ ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെല്ലാത്തിലൂടെയും കടത്തി വിട്ടിട്ട് അവസാനം ഈ മോക്ഷം തരുന്നതും ദേവി തന്നെയാണ്. ദേവി ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്ന സംഭവങ്ങളിലൂടെ നമ്മളെ കടത്തി വിട്ടിട്ട് ദേവിയെ തന്നെ ശരണം പ്രാപിച്ചാൽ ദേവിക്ക് മനസ്സിലാകും, ഇതിലൊക്കെ ഇട്ട് വിളയിട്ട് ഉഴറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, പിന്നെ എന്നെ തന്നെ വന്ന് പിടിക്കുന്നു, അപ്പോൾ പിന്നെ നിന്നെ നേരത്തെ തന്നെ അങ്ങ് രക്ഷപ്പെടുത്തിയേക്കാം എന്ന് ദേവിക്ക് തന്നെ തോന്നും. അങ്ങനെ ദേവിയെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്, ദേവിയെ സ്നേഹിക്കുകയും ദേവിയോടുള്ള എൻ്റെ അമ്മയാണോ എൻ്റെ കൂട്ടുകാരിയാണോ എനിക്കറിഞ്ഞുകൂടാ, എല്ലാം എൻ്റെയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ മാഡമാണോ ദേവി, എന്നെ എല്ലാം നല്ല രീതിയിൽ എനിക്ക് നന്നായിട്ട് ഒരു ടീച്ചിങ് മെത്തേഡ് കാണിച്ചു തന്ന എൻ്റെ ദേവിയാണ്. നല്ലതായിട്ട് മക്കളെ വളർത്താൻ പഠിപ്പിച്ചു തന്നത് ദേവിയാണ്. എല്ലാവരോടും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചത് ദേവിയാണ്. എന്ത് വിഷമം വന്നാലും നീ വിഷമിക്കരുത്, അവരൊക്കെ അവനവൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്, അതുകൊണ്ട് നിനക്കെന്താണ്, നിൻ്റെ മനസ്സാണോ മറ്റുള്ളവരുടേത് എന്നെ വേർതിരിച്ച് പഠിപ്പിച്ചു തന്നത് എൻ്റെ ദേവിയാണ്. ഞാൻ എവിടെ നോക്കിയാലും ദേവിയെ കാണുന്നുള്ളൂ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഇവിടെ രണ്ടേ ഉള്ളൂ, ഒന്ന് മേലോട്ട് നോക്കിയാൽ ഭഗവാന്റെ നീല നിറവും പരിസരത്തോട്ട് നോക്കിയാൽ ദേവിയുടെ പച്ച നിറവും, ദേവി ഉടുത്തിരിക്കുന്ന സാരിയുടെ കളറ്. പ്രകൃതീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവിയെ വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടായ മാറ്റങ്ങൾ ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കായ്ഫലമുള്ള ഒരു വൃക്ഷമില്ലായിരുന്നു. ഞാൻ വെച്ച് പിടിപ്പിക്കാത്ത എന്തെല്ലാം സാധന സാമഗ്രികളാണ് എൻ്റെ വീടിന് പരിസരത്ത്. ഫ്രൂട്ട്സുകൾ ഏതെല്ലാം, ചാമ്പ, ഇതൊന്നും ഞാൻ വെച്ചതല്ല. പേര, അതും ചുവന്ന പേരയ്ക്ക, അകം ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ചുവപ്പുള്ള വലിയ പേരയ്ക്ക, അതെല്ലാം എൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. ഞാൻ വെച്ച് പിടിപ്പിക്കാത്തതാണ്. ചക്ക, ആവശ്യം പോലെ ചക്കയുണ്ടാകുന്ന വലിയ ചക്കയുണ്ടാകുന്ന വരിക്കച്ചക്ക ഞാൻ ഒന്നും നട്ടുപിടിപ്പിച്ചതല്ല. ഫാഷൻ ഫ്രൂട്ട്, വേറെ എന്തൊക്കെയോ ഉണ്ട്, റംബുട്ടാൻ, അങ്ങനെ പലതുമുണ്ട്. എല്ലാത്തിലും ഫലങ്ങൾ നിറച്ച് തന്ന് സമ്പൽ സമൃദ്ധമാക്കി ദേവി എന്നെ അനുഗ്രഹിക്കുകയാണ്. നിനക്ക് എന്താണ് വേണമെന്ന് നീ ഇവിടെ ഒന്ന് പറിച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് എനിക്ക് മാത്രമല്ല, ദേവിയെക്കുറിച്ച് ഞാൻ അന്ന് തൊട്ട്, ഞാൻ ഈ ഒരു വർഷമായെന്ന് തോന്നുന്നു ഈ ചാനലിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അന്നു മുതലേ ഞാനിങ്ങനെ പറയും, ദേവിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഈ പ്രകൃതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ പ്രകൃതിയിൽ നാം ജീവിക്കുമ്പോൾ ആ പ്രകൃതിക്ക് വേണ്ടുന്നതെല്ലാം തരുന്നത്, പ്രകൃതിയിലെ ജീവിതത്തിന് വേണ്ടുന്നതെല്ലാം തരുന്നതും ഇവിടെ നിന്ന് നമ്മളെ കരകയറ്റി വിടുന്നതും ദേവി തന്നെയാണ്. നാം ഭഗവാനെ സ്ഥിരമായിട്ട് വിളിക്കുമ്പോൾ ദേവി ഭഗവാൻ ഉള്ളിടത്ത് സ്ഥിരമായിട്ടിരിക്കുകയും ചെയ്യും. ദേവിയെ തന്നെ വിളിക്കുന്നിടത്ത് ദേവി എല്ലായ്പ്പോഴും ഇരിക്കില്ല. ദേവി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് അടുത്ത വിളിക്കുന്നിടത്തോട്ട് ഓടിപ്പോവും. ദേവി എവിടെയും സ്ഥിരമില്ല. നാരായണീയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേവി സ്ഥിരമായിട്ട് ഭഗവാന്റെ ഹൃദയത്തിൽ, ഭഗവാന്റെ നെഞ്ചിലാണ് ദേവിയുടെ സ്ഥാനം. ഭഗവാനെ വിളിക്കുന്നിടത്ത് ദേവി സ്ഥിരതയോടെ ഇരിക്കുകയുള്ളൂ. നമുക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം ദേവി കൊണ്ടുതരുന്നത് കൂടാതെ നമ്മളെ ഈ കർമ്മബന്ധങ്ങളിൽ നിന്നും മനസ്സുകൊണ്ട് മോചിപ്പിക്കും, സ്വതന്ത്രരാക്കും. എല്ലാവരും ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് ഭഗവാനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനിലേക്ക് സ്ഥിരമായിട്ടിരിക്കാൻ കഴിയാതെ ഭഗവാനെ വിളിച്ചിട്ടും നമുക്ക് ഭൗതിക ദുഃഖങ്ങൾ, ആദിവ്യാധികൾ തരുന്നത് എന്തുകൊണ്ട്
എന്താണ് ഇതിന് കാരണമെന്ന് എല്ലാവരും ചോദിക്കില്ലേ? ഏകാഗ്രത കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നും ഒക്കെ. ഇതിനൊക്കെ ഏക മറുപടിയാണ് ദേവിയെ വിളിക്കൂ, ദേവിയെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കൂ. ദേവി നമ്മളെ അതുപോലെ എപ്പോഴും സുസ്മേരവദനയാക്കി. ദേവിയെ വിളിക്കുന്നവർ ദേവിയെപ്പോലെ എപ്പോഴും ആക്റ്റീവായിരിക്കും. എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുവാനും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുവാനും എല്ലാം നാം സദാ സന്നദ്ധയാകും. ദേവിയുടെ ഒരു ക്യാരക്ടറായി നമ്മൾ മാറും ദേവിയെ വിളിച്ചാൽ. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം പറഞ്ഞാലും തീരാൻ കഴിയാത്തതാണ്. എന്നെ ഈ രൂപത്തിൽ മോൾഡ് ചെയ്തെടുത്ത് എനിക്ക് അറിവ് തന്ന, എനിക്ക് ജീവിക്കാനുള്ള ശക്തിയും മക്കളെ വളർത്തുവാനുള്ള കഴിവും ഭൗതിക ജീവിതത്തിൽ എനിക്ക് എന്ത് വേണം അതെല്ലാം തന്നത് എൻ്റെ ദേവിയാണ്. അപ്പോൾ ആ ദേവിയെക്കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, ആ കുട്ടി പാർവതി ഇരുന്ന് പറയുന്ന കേട്ടപ്പോൾ. അങ്ങനെ ആ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സർവവും ദേവിയുടെ, ശ്രീ ലളിതാ പരമേശ്വരി ദേവിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. ദേവി ഈ ലളിതാ സഹസ്രനാമം ഉണ്ടായ സ്ഥലത്ത്, തിരുമേച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവിയുടെ മഹാക്ഷേത്രവും അവിടെ മേഘനാഥൻ എന്ന് പറയുന്ന രൂപത്തിൽ ഭഗവാൻ, ഇപ്പം പാർവതി പരമേശ്വരനോടൊപ്പം ദേവി ഇരിക്കുന്നു, ലക്ഷ്മി സമേതനായി വിഷ്ണുവിനോടൊപ്പം ദേവി ഇരിക്കുന്നു, രാധാസമേതനായി ഭഗവാന്റെ ഒപ്പം രാധാദേവിയായി നിലകൊള്ളുന്നു. എല്ലാം ഒരാൾ തന്നെയാണ്. ഈ സ്ത്രീ ശക്തി സ്വരൂപിണിയായ ഈ പ്രകൃതീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവി. അതിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ പല രൂപത്തിലും പേരിലും ഒക്കെ നാം വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആദിമൂലം ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ഒപ്പം ആ രാസമണ്ഡലത്തിലിരിക്കുന്ന രാധാദേവി തന്നെയാണ്. ആ ദേവിയാണ് പ്രകൃതീശ്വരിയായ ലളിതാ പരമേശ്വരിയായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. ദേവിയെ വിളിച്ചു നോക്കൂ, പ്രാർത്ഥിച്ചു നോക്കൂ. ഞാൻ ഈ പറയുന്നത് ഇന്നു മുതൽ ആരൊക്കെയാണോ ജീവിതത്തിൽ ബലമില്ലാതെ, അസ്വസ്ഥമായിട്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ ആരൊക്കെ ജീവിക്കുന്നു, ആരുടെയൊക്കെ മനസ്സ് വേദനിക്കുന്നു, അവർ ദേവിക്ക് വേണ്ടിയിട്ട് ഒരമണിക്കൂർ ചിലവഴിക്കൂ. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ നിത്യേന ചൊല്ലുന്ന നാമങ്ങൾ, പ്രാർത്ഥനകൾ കൊണ്ട് വല്ലതും നിങ്ങൾക്ക് ജീവിതത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഇന്നു മുതൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യൂ. ദേവിയെ സ്വന്തമാക്കൂ. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഭഗവാന്റെ ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതിനോടൊപ്പം ദേവിയെ ഒന്ന് വിളിക്കുക. ഈ ഭൗതിക ജീവിതത്തിൻ്റെ വൈതരണികൾ തീർക്കുവാൻ ദേവി അല്ലാതെ നമുക്ക് ശക്തി തരുവാൻ മറ്റൊന്നുമില്ല. കാരണം ഈ പ്രകൃതി, ഈ പ്രപഞ്ചം ദേവിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മൂലപ്രകൃതിയാണ് ദേവി. ഭഗവാന്റെ ഉള്ളിൽ തന്നെയുള്ള മൂലപ്രകൃതിയാണ്. ആ പ്രകൃതിയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ സൃഷ്ടിജാലങ്ങളെയും ദേവിയാണ് പരിരക്ഷിക്കുന്നത്. ആ പരിരക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ അമ്മയുടെ ആ തൃച്ചേവിടികളിൽ തന്നെ നമ്മൾ ചെന്ന് ശരണം പ്രാപിക്കണം. അമ്മ നമ്മളെ ഒരു മാതൃരൂപേണ, ഒരു സുഹൃത്തിൻ്റെ രൂപേണ, ഒരു സഹോദരിയുടെ രൂപേണ, ഏത് രൂപത്തിലാണ് അമ്മ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുന്നത്? എനിക്ക് എൻ്റെ എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മനസ്സ് ഇത്രയും ബോൾഡായത്, ഇത്രയും വിവേകത്തോടു കൂടി എനിക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ കഴിഞ്ഞത്, എവിടെയും എനിക്കൊരു അടിപതറാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇവിടെ കരഞ്ഞും വിഷമിച്ചും ഇരുന്ന നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പം സ്വയം ലജ്ജ തോന്നുന്നു. ദേവി അത്രയ്ക്കും എന്നെ ശക്തിപ്പെടുത്തി. അത്രയും ജീവിതത്തിൻ്റെ ഈ പുറം കാഴ്ചകളിൽ നിന്ന് തന്നെ മാറ്റി. എത്രയും നമ്മൾ ഒന്നിനോടും എല്ലാം നമ്മുടെ കടമയായിട്ട്, നമുക്ക് തന്നിരിക്കുന്ന കടമകളായിട്ട് കാണുകയും ഒന്നിലേക്ക് മനസ്സ് ചെന്ന് വീഴാതെ, ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാതെ നമ്മൾ എപ്പോഴും ശാന്തമായ മനസ്സോടുകൂടി, സ്വസ്ഥമായ ചിന്തകളോടുകൂടി മുന്നോട്ട് പോകുവാൻ ദേവി സഹായിക്കും. ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലെത്തി. നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുമല്ലോ എനിക്ക് എങ്ങനെയാണ് ഈ അറിവുണ്ടായത്, ഞാൻ ഓരോന്നും സംസാരിക്കുമ്പോൾ എങ്ങനെ കിട്ടി ഈ അറിവ് എന്ന് ചോദിക്കും. എൻ്റെ ദേവി തന്നതാണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് ദേവിയാണ്. ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ശരണാഗതി അടയുക. ലളിതാ പരമേശ്വരി ദേവിയെ ഇതുവരെ അറിയാത്തവർ ഇനിയും പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദേവി ശക്തി തരും. ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സർവ്വ ആയുധങ്ങളും നമ്മുടെ കൈകളിൽ വെച്ച് തരും. ദേവി കൂടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഭയപ്പെടേണ്ടത്?
അപ്പോൾ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹം ഓരോ ഭക്തർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സർവവും ദേവിയുടെ പത്മപാദങ്ങളിൽ, ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.